ഇന്ന് ഞങ്ങൾ ഓണം പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടാണ് പിള്ളേരെ അവിടെ ആക്കി, എന്നിട്ടാണ് ഓണം പർച്ചേസിനായിട്ട് പോയത്. അപ്പോൾ പാലക്കാട് പുതിയതായിട്ട് വന്നിട്ടുള്ള ശ്രീ ഗണപതി സിൽക്സിലാണ് പോയത്. അപ്പോൾ അവിടെ എങ്ങനെ ഉണ്ട് എന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ഗംഭീര തിരക്കാണ് ഗൈസ്, കണ്ടില്ലേ, ഒരു ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഡ്രസ്സ് എടുത്തിട്ട് അതിങ്ങനെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരുമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. എന്നാലും വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ സാരി നല്ല സെലക്ഷൻ ഉണ്ട്, നല്ല വില കുറവുമുണ്ട്. പക്ഷേ ഷർട്ട് അതും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ചുരിദാറൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞ് ഇറങ്ങി. അങ്ങനെ വീട്ടിലെത്തി. എന്നിട്ട് പിള്ളേരെ കൊണ്ടുപോകാത്തതുകൊണ്ട് അവരൊക്കെ നല്ല എക്സൈറ്റഡ് ആണ്, ഏതൊക്കെ ഡ്രസ്സാണ് എന്തൊക്കെയാണെന്നൊക്കെ വാങ്ങിച്ചിരിക്കുന്നതെന്നൊക്കെ നോക്കാൻ. അപ്പോൾ 2 കടയിൽ നിന്നായിട്ട് എടുത്തു. ചിലത് ഗണപതി സിൽക്സിൽ നിന്ന് എടുത്തു, ചിലത് ശ്രീധറിൽ നിന്നാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ചുരിദാറുകളും ഷർട്ടുകളും ഒക്കെ മക്കൾക്കാണ് എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഞങ്ങളിങ്ങനെയാണ്, വീട്ടിലെന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അച്ഛയും അമ്മയും ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇതൊക്കെ നോക്കുക. നമ്മൾ ഓണത്തിന് ഓണക്കോടി എടുത്താൽ തന്നെ ഓണം വന്നു എന്നാണല്ലോ പറയാം. അപ്പം ഞങ്ങളതൊക്കെ തുറന്നെടുത്ത് കാണുമായിരുന്നു. എല്ലാവർക്കും ഇന്നതാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുമായിരുന്നു. ഇനി ഓണത്തിന് എടുത്തു കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ഡ്രസ്സ് ഏതൊക്കെ ആർക്കൊക്കെയാണെന്നുള്ളത് അറിയാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.